ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നവോത്ഥാനം, ഫ്രഞ്ച് വിപ്ലവം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. അവ ചരിത്രത്തിലെ വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച്, അതിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അനു എന്ന 9ാം ക്ലാസ്സുകാരിയുടെ ഒരു കുറിപ്പുണ്ട്. മഴ കാരണം നാട്ടിൽ പണിയില്ലാത്തതിനാൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അവൾ പറയുന്നു. കടയിൽ പോയപ്പോൾ അച്ഛന് കടം വീട്ടാൻ സാധനങ്ങൾ കടം തരാൻ കഴിയില്ലെന്ന് കടക്കാരൻ പറയുന്നു. അപ്പോൾ അനുവിന് വിഷമമാകുന്നു. ഈ പ്രശ്നങ്ങളുടെ കാരണം പണമില്ലാത്തതാണെന്ന് മാത്രമാണ് അനു ചിന്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ മുൻകാല അനുഭവങ്ങൾ, മറ്റുള്ളവരുമായുള്ള ഇടപഴകൽ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ ലഭിക്കുന്ന ദൈനംദിന ധാരണകളെയാണ് നമ്മൾ സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. ഈ അറിവുകൾ ഔദ്യോഗികമായ പഠനത്തിലൂടെ ലഭിക്കുന്നവയല്ല, മറിച്ച് ഊഹങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കാം. തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന അറിവ് ഇതിനൊരുദാഹരണമാണ്. എന്നാൽ സാമാന്യ ബോധജ്ഞാനത്തിന് ചില പരിമിതികളുണ്ട്. ഇത് പലപ്പോഴും ഊഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു. ഇത് വാർപ്പുമാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ഉദാഹരണത്തിന്, കൗമാരക്കാർ എപ്പോഴും ഉത്തരവാദിത്തമില്ലാത്തവരാണ് എന്ന ധാരണ വാർപ്പുമാതൃകയാണ്. ഇതൊരു വിഷയത്തെക്കുറിച്ച് ഭാഗികമായ അറിവുകൾ മാത്രമേ നൽകുന്നുള്ളൂ. സാമാന്യ ബോധജ്ഞാനം ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാകുന്നത്. അതുപോലെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ഇത് പര്യാപ്തമല്ല. അനുവിന്റെ പ്രശ്നമായ കടബാധ്യത ഒരു വ്യക്തിഗത പ്രശ്നം മാത്രമല്ല, സാമൂഹിക പ്രശ്നം കൂടിയാണ്. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന അവസ്ഥകളെയാണ് സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത്. അനുവിന്റെ പ്രശ്നത്തിനു പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലില്ലായ്മ, ഭരണപരമായ പരിമിതികൾ എന്നിങ്ങനെ ധാരാളം സാമൂഹിക ഘടകങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ അതിനു പിന്നിലുള്ള സാമൂഹിക ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്ന പ്രക്രിയയാണ് സാമൂഹ്യ വിശകലനം അഥവാ സോഷ്യൽ അനാലിസിസ്. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ പശ്ചാത്തലത്തിൽ കാണാൻ സഹായിക്കുന്ന ഒരു കഴിവാണ് സമൂഹശാസ്ത്ര സങ്കല്പം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസാണ് 1959 തന്റെ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലൂടെ ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വാഹനാപകടം ഒരാളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. അതിനു പിന്നിൽ ട്രാഫിക് നിയമലംഘനം, വാഹനപ്പെരുപ്പം, റോഡിന്റെ മോശം അവസ്ഥ തുടങ്ങിയ പല സാമൂഹിക ഘടകങ്ങളുമുണ്ട്. സമൂഹശാസ്ത്ര സങ്കല്പം ഈ ഘടകങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രധാന സവിശേഷതകളിതാണ്. വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. ഇതൊരു പ്രശ്നത്തെ കേവലം വ്യക്തിപരമായ വീക്ഷണത്തിൽ നിന്നു മാറ്റി വിശാലമായ സാമൂഹിക ഘടനയുടെ പശ്ചാത്തലത്തിൽ കാണാൻ നമ്മളെ സഹായിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗവിവേചനത്തിന് പിന്നിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഘടകങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു, സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള കഴിവാണിത്. ഒരു എഞ്ചിനീയറായ ഇഷാൻ തന്റെ ഇഷ്ടപ്രകാരമല്ല ആ ജോലി തിരഞ്ഞെടുത്തതെന്ന് സ്വയം പ്രതിഫലനത്തിലൂടെ മനസ്സിലാക്കുന്നത് ഇതിനൊരുദാഹരണമാണ്. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ. നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.